പന്തളം നഗരസഭയിൽ CPM-ന്റെ ഇടതുമുന്നണിയുടെ വലിയൊരു തിരിച്ചുവരവാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. കേരളത്തിൽ BJP ഭരിച്ചിരുന്ന രണ്ടാമത്തെ ഒരു നഗരസഭയാണ് പന്തളം. ആ പന്തളത്താണ് ഇപ്പോൾ ഇടതുമുന്നണി ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണ് അത് സാധ്യമായത്? ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ വിജയിക്കാൻ കാണുന്നത്. ഒറ്റക്കെട്ടായി LDF പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ നഗരസഭ പിടിച്ചെടുത്തത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആത്മവിശ്വാസവും ഞങ്ങളുടെ ഓരോ സഹാക്കളുടെയും പ്രവർത്തനം, അവരെ കഠിന അധ്വാനം, അവരെ ഓരോ ദിവസത്തെ പ്രവർത്തനമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ പ്രധാന പങ്ക്, കാതലായ പങ്ക്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആ ഒരു ആധിപത്യം ഇത്തവണയില്ല. പക്ഷെ അപ്പോഴും പന്തളത്ത് ഇടതുമുന്നണി ശക്തി കാണിച്ചു. ഞങ്ങൾക്ക് പന്തളത്തെ പ്രവർത്തകരുടെ ഇതിനു മുമ്പുള്ളതിനേക്കാൾ കഴിഞ്ഞ 5 വർഷം BJP NDA ഭരണസമിതി നടത്തിയ കാര്യസ്ഥിതി, അവർ നടത്തിയ അഴിമതി, അതിന്റെ ഭാഗമായി ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി LDF-നെ ജയിപ്പിക്കണമെന്നുള്ള ഭാഗമായിട്ടാണ് ജയിച്ചത്. പന്തളത്ത് പവർഫുൾ ആയപ്പോൾ പത്തനംതിട്ടയിലുള്ള മറ്റ് 3 നഗരസഭയിൽ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതൊരു തിരിച്ചടിയല്ലേ? പന്തളത്ത് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങൾ തീർത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ BJP-യുടെ അതേപോലെ NDA-യുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഞങ്ങൾ ശക്തമായി നാട്ടിലെ ആളുകളും പ്രതിപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളുമെല്ലാം അതിശക്തമായ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ മികച്ച ഒരു വിജയം പന്തളത്ത് ഉണ്ടാക്കുവാനും കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പന്തളത്ത് ഒരു തിരിച്ചുവരവ് സാധ്യമായതിൻ്റെ വലിയ ആഹ്ലാദത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. മറ്റിടങ്ങളിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും പന്തളത്ത് ജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവുമാണ് പ്രവർത്തകർ പങ്കുവെക്കുന്നത്. എന്തായാലും കേരളത്തിലുടനീളം വലിയൊരു തിരിച്ചടി ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പന്തളത്ത് BJP-യിൽ നിന്ന് അധികാരം ഇടതുമുന്നണി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പന്തളത്ത് നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.